കുറേ നാളുകളോളമായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളും അനിഷ്ട സംഭവങ്ങളും വളരെയേറെ ഉത്കണ്ഠാജനകമാണ്. കേരളത്തിൽ സ്വൈര്യതയും സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ടു എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ശാന്തിയും സമാധാനവും കൈവരിക്കുന്നതിന് ഏതെല്ലാം ഭാഗത്തു നിന്നും എന്ത് നടപടിയാണോ ഉണ്ടാകുന്നത് അതിന് ഭാരതീയ ജനതാ പാർട്ടിയും RSSും എല്ലാവിധ പിന്തുണയും നൽകും. ആ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഇവിടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ BJPയും RSSും പങ്കെടുത്തിട്ടുള്ളത്. കേരളത്തിൽ സമാധാനം ഉണ്ടാവണം, സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവണം, സ്വതന്ത്രമായി സ്വൈര്യമായി പ്രവർത്തിക്കാൻ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുപോലെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്ക് എല്ലാവർക്കും സാവകാശവും സന്ദർഭവും അവസരവും സ്വാതന്ത്ര്യവും അവകാശവും നൽകണം. അങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ വിഷയമാണ് പ്രധാനമായും BJPയും RSSും ഉന്നയിച്ചത്. വീടുകളും പാർട്ടി ഓഫീസുകളുമൊക്കെ തച്ച് തകർക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ഇനി ആവർത്തിച്ചുകൂടാ. സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നതോടൊപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആ ബഹുസ്വരത ഈ കേരളത്തിൽ നിലനിന്നേ മതിയാവും. ആ വൈവിധ്യം, അഭിപ്രായത്തിലുള്ള വൈവിധ്യം നമ്മുടെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യമാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളോളമായി കേരളത്തിൽ പയ്യന്നൂരിലും കണ്ണൂരിലും തിരുവനന്തപുരത്തും ഇന്നലെ കോട്ടയത്തും ഒക്കെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇന്ന് വെളുപ്പിനെയാണ് കോട്ടയത്ത് RSS കാര്യാലയത്തിൻ്റെ നേരെ ബോംബേർ ഉണ്ടായത്. അക്രമങ്ങൾ പലയിടത്തും വ്യാപകമാവുകയാണ്. ഇത് തടഞ്ഞേ പറ്റൂ. ഇത് തടയുന്നതിനാവശ്യമായിട്ടുള്ള സത്വര നടപടികൾ, കർശനമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. പോലീസിനെ നിഷ്പക്ഷമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. പാർട്ടിയുടെ CPMന്റെ ആജ്ഞാനുവർത്തികളായി പോലീസ് മാറാൻ പാടില്ല. സ്വതന്ത്രമായി തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും നിയമത്തിന്റെ മുന്നിൽ തെറ്റ് ചെയ്തവരെ കൊണ്ടുവരുവാനും പോലീസിന് ബാധ്യതയുണ്ട്. പല കേസുകളിലും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. 27-ാം തീയതി തിരുവനന്തപുരത്ത് രാത്രിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായത് പോലീസിന്റെ ഗുരുതരമായ കൃത്യവിലോപം കൊണ്ടാണ്, അവരുടെ വീഴ്ചയാണ്. ഇവിടെ DGP മുതൽ ADGPയും അതുപോലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തലസ്ഥാന നഗരിയിലുള്ളപ്പോൾ അവരുടെ മൂക്കിന് താഴെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ വീടുകൾ തകർക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാർട്ടി ഓഫീസുകൾ തകർക്കപ്പെടുന്നു. BJPയുടെ സംസ്ഥാന ഓഫീസിന്റെ നേരെ രണ്ടാമത്തെ പ്രാവശ്യം അക്രമമുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലീസ് സേനയ്ക്കുണ്ടായ ഏറ്റവും വലിയ നാണക്കേടാണ്. അക്രമികൾ വരുമ്പോൾ പിന്തിരിഞ്ഞ് ഭയപ്പെട്ട് ഭയചകിതരായി പേടിച്ചോടുന്ന പോലീസിന്റെ ചിത്രം പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ്. അതുകൊണ്ട് പോലീസിനെ സക്രിയമാക്കാൻ, സജീവമാക്കാൻ, തെറ്റുകാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ആർജവമുണ്ടാകാൻ വളരെ കർശനമായ നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചേ മതിയാവുകയും സത്യസന്ധമായും സ്വതന്ത്രമായും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലീസിന് കൊടുക്കണം. ക്രമസമാധാന നടപടികളിൽ CPM ഇടപെടാൻ പാടില്ല.
പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ സംഭവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നടപടി സ്വീകരിക്കാതെ അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇവിടെ കണ്ടോൺമെന്റ് AC ബൈജു, അതുപോലെ ഫോർട്ട് AC ഗോപകുമാർ, തമ്പാനൂർ CI പൃഥ്വിരാജ്, ഫോർട്ട് SI സജിമോൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നിഷ്ക്രിയത്വവും കഴിവില്ലായ്മയും ഗുരുതരമായ കൃത്യവിലോപവും വാസ്തവത്തിൽ അങ്ങേയറ്റം ഉത്കണ്ഠാജനകമാണ്. അവരുടെ പക്ഷപാതപരമായ സമീപനത്തിൽ BJPക്ക് പ്രതിഷേധമുണ്ട്. അത് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പയ്യന്നൂരിൽ ഏതാണ്ട് 20-21 വീടുകൾ ഒന്നാകെ തന്നെ തച്ച് തകർത്തപ്പോൾ കൈയും കെട്ടി നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. പലയിടങ്ങളിലും പോലീസുകാർ കാഴ്ചക്കാരായി മാറി നിൽക്കുകയാണ്. CPM അക്രമം നടത്തുമ്പോൾ അവർ മാറി നിന്ന് നോക്കി നിന്ന് കാഴ്ചക്കാരായി നിൽക്കാൻ പാടില്ല. അതുപോലെ പല കേസുകളിലും ഗൂഢാലോചന അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. ഏത് അക്രമ സംഭവങ്ങൾക്കും പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്, ആർക്കാണ് ഇതിലൊക്കെ പങ്ക് എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. എല്ലാ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ചും കേസുകൾ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ 14 അക്രമ സംഭവങ്ങൾ ഉള്ളതിൽ ഈ തിരുവനന്തപുരത്ത് വെറും 6 കേസുകളിൽ മാത്രമാണ് FIR എടുത്തിട്ടുള്ളത്. ബാക്കി കേസുകൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല? എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്ത് FIR എടുത്ത് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. കോട്ടയത്തുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് അവിടുത്തെ SP എന്തുകൊണ്ട് ഇന്നലെ മുഴുവൻ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല? അത് ഞാൻ പറയുക, ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് സംബന്ധിച്ച് ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കാണല്ലോ ഉറപ്പ് ലഭിക്കേണ്ടത്. അങ്ങനെ ഈ കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളോളമായി നടന്നിരിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിഷ്പക്ഷമായി നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും, അതിനുവേണ്ടി ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. കോളേജ് ക്യാമ്പസുകൾ അക്രമ വിമുക്തമാക്കണം. അവിടെ പഠിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് സ്വൈര്യമായി സമാധാനപരമായി പഠിക്കാനുള്ള അവസരമുണ്ടാക്കണം. ഈ കാര്യത്തിലും മുഖ്യമന്ത്രി വളരെ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ക്രിമിനൽ ആക്ടിവിറ്റിയെയും രണ്ടായി തന്നെ കാണണം. ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ തിരിച്ചറിയണം. അക്രമത്തെ അക്രമമായി തന്നെ കാണണം. അതേസമയം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകണം. അക്രമത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം തടയാനും രാഷ്ട്രീയ പാർട്ടികളെ നേരിടാനും തയ്യാറാകുന്ന പതിവ് പരിപാടി ഉപേക്ഷിച്ച് ഈ കാര്യത്തിൽ വളരെ സത്യസന്ധമായ സമീപനമാണ് ഉണ്ടാകേണ്ടത്. വീടുകളും ആഫീസുകളും ഒക്കെ തച്ചു തകർക്കുന്ന നടപടി അവസാനിപ്പിച്ച് മതിയാകൂ എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കേരള സർക്കാർ ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് BJPയുടെ അഭിപ്രായം. ഏത് കാര്യത്തിന് എന്തിനും ജനപ്രതിനിധികളുടെ വീടുകൾ തകർക്കുക, പാർട്ടി ഓഫീസുകൾ തകർക്കുക, RSSന്റെ കാര്യാലയങ്ങൾ തകർക്കുക, ഇതൊക്കെ കഴിഞ്ഞ കുറെ നാളുകളോളമായി നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വളരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. രാജേഷിന്റെ വിധവയ്ക്ക് ഒരു സർക്കാർ ജോലിയെങ്കിലും കൊടുത്ത് ആ പട്ടികജാതി കുടുംബത്തെ പുനരധിവസിപ്പിക്കുവാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. സർക്കാരിന് അതിന്റെ ബാധ്യതയുണ്ട്. പലരും CPMഉം ഒക്കെ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വസ്തുത എന്തുമായിക്കൊള്ളട്ടെ, ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ട ഈ സന്ദർഭത്തിൽ
ആ നിരപരാധിയുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് വ്യക്തമായിരിക്കെ ആ രാജേഷിന്റെ കുടുംബത്തെ പുനരധിവസിപ്പിക്കാനുള്ള ചുമതല കൂടി സർക്കാർ ഏറ്റെടുക്കണം. ആ ഒരു ആവശ്യവും മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമായി സ്വൈര്യമായി സമാധാനപരമായി സംഘടനാ പ്രവർത്തനം നടത്താൻ ഈ കേരളത്തിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ ജില്ലാടിസ്ഥാനത്തിലേക്കും നീങ്ങേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോട്ടയത്തും ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 5-ാം തീയതി കണ്ണൂരും അതുപോലെ തന്നെ നാളെ തന്നെ തിരുവനന്തപുരത്ത്, കോട്ടയത്ത് പിന്നീടും ചർച്ച നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ആ ഉഭയകക്ഷി ചർച്ചയിലൂടെ കേരളത്തിൽ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നതിന് സർവാത്മന എല്ലാവിധത്തിലും സഹായ സഹകരണങ്ങൾ നൽകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്.